to my channel. Going to the farm to buy some pumpkins, blueberries, so lots of things to do in the farm. അടിപൊളി എന്ന് പറഞ്ഞേ. അടിപൊളിയാ. ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സന്തോഷമായി ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് റായനായിരുന്നു. അപ്പോൾ എല്ലാവർക്കും റായൻ്റെ ഇൻട്രൊഡക്ഷൻ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വേഗം തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ രാവിലെ തന്നെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബേഗർ പ്ലേസിൽ കയറി. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് എപ്പോഴും ഡ്രൈവ് പോകുമ്പം ഇങ്ങനത്തെ ലോക്കൽ പ്ലേസുകളിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഹാക്കൻസ്റ്റൗണിലുള്ള, ന്യൂജേഴ്സിയിലാണ് കേട്ടോ ഈ ഹാക്കൻസ്റ്റൗൺ എന്ന് പറയുന്നത്. അവിടെയുള്ള ഡൊണാൾഡ്സൺ എന്ന് പറയുന്ന ഫാം ലാൻഡ്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് ആപ്പിൾ പിക്കിങ്, അതുപോലെ തന്നെ പംകിൻ പിക്കിങ്, പിന്നെ അവർക്ക് ബെറി പിക്കിങ് ഉണ്ടെന്നാണ് പറഞ്ഞത്. So Honeycrisp apples are separate, so don't mix them up actually. Okay. Yeah, it's Honeycrisp is $3.99. Okay. But where's And the regular apples are $2.99. Okay, that's fine. Where's the apple? Yeah. Where's the apple? ഇവിടെ ഇപ്പോൾ ഹാലോവീൻ ടൈമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം പംകിൻ കാണുന്നത്. ഇത് നമ്മൾ സാധാരണ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പംകിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ മംസ് എന്ന് പറയുന്ന പ്ലാന്റ്. അതായത് ഇതൊരു സീസണൽ പ്ലാന്റ് ആണ്. ഈ ഒരു ഫോൾ സീസൺ ആകുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഓഫ് കളേഴ്സ് അവൈലബിൾ ആയിരിക്കും. യൂഷ്വലി ഈ ഫാമിൽ സൺഫ്ലവറും അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ സീസൺ കഴിഞ്ഞു എന്ന്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആപ്പിൾ പിക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫാം മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഫ്രണ്ട് ഡെസ്കിൽ അവർ അതിന് വേണ്ടുന്ന ബാഗ്സ് കൊടുക്കുന്നുണ്ട്. ഓരോ ബാഗ്സിനും $1 ആവും. അതുപോലെ തന്നെ നമ്മൾ പിക്ക് ചെയ്യുന്ന ആപ്പിൾസ് എല്ലാം അതിൻ്റെ അകത്ത് ഇടുക. ഓൺലി ഹണി ക്രിസ്പ് ആപ്പിൾ മാത്രമാണ് ഇച്ചിരി ഡിഫറെൻറ്റ് പ്രൈസ് ഉള്ളൂ. അത് ഇത്ര കൂടുതലാണ് അതിൻ്റെ പ്രൈസ്. ബാക്കി എല്ലാ ആപ്പിൾസും നമുക്ക് ഓരോ ബാഗുകളിലാക്കി എത്ര പൗണ്ട് ഉണ്ട് എന്നതിനനുസരിച്ചിട്ട് ആണ് നമ്മൾ പേ ചെയ്യുന്നത്. ഇന്നത്തെ വെതറും അതുപോലെ തന്നെ നമ്മൾ വന്നപ്പോൾ ഉള്ള ട്രാഫിക്കും ഒക്കെ കാരണം കൊണ്ടിട്ട് നമ്മൾ ഒത്തിരി ലേറ്റ് ആയിപ്പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാനിങ്ങുകൾ കുറച്ചൊന്ന് പാളിപ്പോയി. അതിപ്പോഴും സംഭവിക്കാറുള്ളതാണ്, പുതിയതൊന്നും അല്ല. ഈ ഫാമിൻ്റെ ഓപ്പൺ അവേഴ്സ് എന്ന് പറയുന്നത് 9 to 6 ആണ്. പക്ഷേ പോകാൻ ആഗ്രഹിക്കുന്നത് 5 o'clock മുന്നേ ആയിട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ. റാസ്ബെറി സീസൺ കഴിയാറായെങ്കിലും കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊരു പിക്കിങ്ങിന് മാത്രമുള്ള, റാസ്ബെറി പിക്കിംഗ് ആയിട്ട് ചെയ്യാൻ മാത്രം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ ഫാമിൽ ഏറ്റവും ഇഷ്ടമായത് ഇവർ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന രീതിയാണ് കേട്ടോ. അതായത് ഓരോ റോയിലുള്ള ആപ്പിളും അതിൻ്റെ പേരും അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസും അതിൻ്റെ ഇമ്പോർട്ടൻസും അതിനെന്താണ് ഫ്ലേവറുകളും എല്ലാം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം ഫാമിലുള്ള അവിടെ ടേക്ക് കെയർ ചെയ്യുന്ന ആളുകളോട് സംസാരിക്കാൻ പറ്റും. അവരിൽ നിന്ന് ഇപ്പം ഇങ്ങനത്തെ ആപ്പിൾ കൃഷിയൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു. ഞാൻ ഇത്രയും പറിച്ചു, നമ്മൾ എന്നാണേലും പറിക്കില്ലേ. You guys come.
കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒത്തിരി അധികം ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഡക്ക് റേസ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ കുഴൽക്കിണറിൻ്റെ ഒരു മിനി ഫോമാണ് അത്. കണ്ടിട്ട് അതിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തിട്ട് ഡക്കിന് വെച്ചിട്ട് അങ്ങനെ ഒരു ഗെയിമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കഴിച്ചിട്ടുള്ളത് വെച്ചിട്ട് ഏറ്റവും നല്ല ആപ്പിൾ സൈഡർ ഇവിടാണ് കേട്ടോ കിട്ടുന്നത്. So the cider comes from Best Fruit Farm up Route 46, right outside of Hackettstown. Okay. Aptly named because it is the best apple cider in the world. All right. Thank you so much. ഇനി നമുക്ക് ഇവിടുത്തെ ഫാം മാർക്കറ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അടിപൊളിയായിരുന്നു. നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. ഞാനും കുറച്ചധികം ഷോപ്പിംഗ് ഒക്കെ നടത്തിയായിരുന്നു കേട്ടോ. ഈ മാർക്കറ്റിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഫുഡുകളും അതുപോലെ തന്നെ വെജിറ്റബിൾസും ഒക്കെ അവർ ഹോം മെയ്ഡായിട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. എല്ലാ ഫുഡ് ഐറ്റംസും അവർ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ അവർക്ക് ഒരു വലിയ ഗ്രീൻ ഹൗസ് ഉണ്ട്. അവിടെ നിന്നാണ് ഈ വെജിറ്റബിൾസ് എല്ലാം വരുന്നത്. നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് അവിടെ പോകാനായിട്ട് നമുക്ക് സമയമില്ല ആ ഗ്രീൻ ഹൗസ് കാണാനായിട്ട്. കാരണം അവരുടെ ക്ലോസിങ് അവർ 6 o'clock ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മൾ ആ സമയത്തിനുള്ളിൽ അവിടെ ചെന്നെത്തില്ല, കണ്ട് തീരുകയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ വേറൊരു പ്രാവശ്യം വരികയാണെങ്കിൽ അതിൻ്റെ വീഡിയോ തീർച്ചയായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചില സമയത്ത് നമ്മൾ വിചാരിക്കത്തില്ലേ ഇത് നമുക്ക് വേണ്ടിയിട്ട് വെച്ചിരുന്നതായിരുന്നു എന്ന് തോന്നത്തില്ലേ. അങ്ങനെ ഒരു സാധനം എനിക്ക് ഇവിടുന്ന് കിട്ടി കേട്ടോ. അതായത് ഹണി കോംബ്. അതും ലാസ്റ്റ് പാക്കറ്റ് എനിക്കായിരുന്നു കേട്ടോ കിട്ടിയത്. അപ്പം ഞാൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒത്തിരി ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതായിരുന്നു ലാസ്റ്റ് പാക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാനായിരുന്നു ആ ലക്കി പേഴ്സൺ. റൈഡ് ആർക്കും കൊടുക്കാതെ ഒറ്റയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്ന ഐസ്ക്രീമിൽ നിന്ന് എരന്ന് മേടിച്ച് ഒരു സ്പൂൺ കഴിച്ചു നോക്കി കേട്ടോ. ഇനി അതിൻ്റെ ടേസ്റ്റ് മാറാനായിട്ട് വേറെന്തെങ്കിലും മേടിച്ച് തിന്നേണ്ടിയിരുന്ന അവസ്ഥയായി ഇപ്പോൾ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. മമ്മി ഓരോ സാധനങ്ങളായിട്ട് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ കാണിക്കാമെന്ന്. ഹണി കോംബ് $28 ആയിരുന്നു കേട്ടോ അതിന്. പിന്നെ നമ്മൾ മേടിച്ച ആപ്പിൾസ് എല്ലാം കൂടെ കൂടിയിട്ട് പിന്നെ ബനാന മേടിച്ചായിരുന്നു. പിന്നെ ഒരു ഗ്രീൻ ലീഫി സാലഡിന് വേണ്ടിയിട്ട് ഒരു കെയിൽ മേടിച്ചായിരുന്നു കേട്ടോ, ഒരു പാക്കറ്റ്. പിന്നെ ആണെങ്കിൽ നമ്മൾ ആപ്പിൾ സൈഡർ മേടിച്ചായിരുന്നു. ഡെഫിനറ്റ്ലി അത് ഒത്തിരി നല്ലതായിരുന്നു കേട്ടോ. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ കുറച്ച് പംകിനോട് മേടിച്ചായിരുന്നു കേട്ടോ. അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. എനിക്ക് ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാതെ കിടന്ന ഉറക്കം വരത്തില്ല. ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷെ മമ്മി ആ കൂട്ടത്തിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ മമ്മിയും ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ ട്രൈ ചെയ്യാനായിട്ട് നട്ട പാതിര വരെ ആയിട്ട് കൂടെ അത് ട്രൈ ചെയ്തിട്ടാണ് ഞങ്ങൾ കിടന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. അതോടൊപ്പം തന്നെ ഒരു നല്ല ദിവസം ആശംസിച്ചു കൊള്ളുന്നു. ബൈ.